ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും വരും ദിവസത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുമായിരിക്കും. അപ്പം നേരെ നമുക്ക് അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ ബാലചന്ദ്രനെ മനു വിളിക്കുക കേട്ടോ. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യും, ബാലചന്ദ്രൻ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക. നിങ്ങൾ എവിടെ പോയതാണ്, എന്താണ്, അലീനയെ കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. എന്നാൽ അതിനൊന്നും ഉത്തരം പറയുന്നില്ല. അപ്പം മനു പറയുന്നുണ്ട്, എനിക്ക് അങ്കിളിനെ കാണേണ്ട അത്യാവശ്യമുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിലൊരു ധാരണ വരിക കേട്ടോ. ബാലചന്ദ്രനും മനുവും തമ്മിൽ ധാരണ വരിക. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നിന്നോട് ഞാൻ കാര്യങ്ങൾ പറയാം, പക്ഷേ ഞങ്ങൾ എവിടെയാണെന്നുള്ള കാര്യം നീ മാത്രമേ അറിയാവൂ. നിനക്ക് രഹസ്യമായിട്ട് വരാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ വന്ന് കാണാം എന്ന് പറയുകയും അങ്ങനെ മനുവിന് ആ സ്പോട്ട് അല്ലെങ്കിൽ എവിടെയാണ് അലീനയും മനുവും കൃഷ്ണമോളും എന്ന് വിവരം ബാലചന്ദ്രൻ മനുവിനോട് അറിയിക്കുക കേട്ടോ. അങ്ങനെ മനു ബാലചന്ദ്രനെയും കൃഷ്ണമോളെയും അലീനയും കാണുവാൻ യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ കമല ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ തുറന്നു പറയുവാനൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ വരെ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്നാൽ ചിലർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുകയും അങ്ങനെ മനുവിൻ്റെ നീക്കങ്ങളിൽ ചില സംശയമുണ്ടായി. വൈജയന്തിയും രാജീവും കൂടെ ചില പ്ലാനിങ് നടത്തുകയാണ്. അങ്ങനെ ഹരിയെ രഹസ്യമായിട്ട് നമ്മുടെ മനുവിനെ പിന്തുടരുവാൻ പറഞ്ഞയക്കുകയും അങ്ങനെ മനുവിനെ പിന്തുടരുന്ന ഹരിയും നമുക്ക് നാളത്തെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ മനു ചെല്ലുന്നതും ഒരു റിസോർട്ടിലേക്കാണ്. ആ റിസോർട്ടിൽ തൻ്റെ പുറകെ പിന്തുടർന്ന ഹരിനെ മനു തിരിച്ചറിയുന്നില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ മനു ചെന്ന് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നതിന് ഇടയിൽ പല കാര്യങ്ങളും അലീനയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അലീനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അലീന എൻ്റെ മോളാണ് എന്ന് മാത്രം പറഞ്ഞ് പല കാര്യങ്ങളും രഹസ്യമാക്കിയാണ്. ഒടുവിൽ മനുവിനോട് സത്യങ്ങൾ തുറന്നു പറയേണ്ട അവസ്ഥ ബാലചന്ദ്രന് വരികയാട്ടോ. അങ്ങനെ മനു മൂന്നുപേരെയും കണ്ട് ആശ്വസിപ്പിച്ച് അവരെ മടക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, അതിനുശേഷം ഞങ്ങൾ മടങ്ങി എത്തിക്കോളാം, എൻ്റെ വീടല്ലേ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, നീ ഇപ്പോൾ മടങ്ങി പോകാൻ പറയാണ്. അങ്ങനെ എന്തായാലും ബാലചന്ദ്രൻ്റെ നിർബന്ധ ബുദ്ധിക്ക് മുൻപിൽ മനു കീഴടങ്ങുകയും അങ്ങനെ മനു പോകുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ രഹസ്യമായിട്ട് തന്നെ മടങ്ങി പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുവിനെ പിന്തുടർന്ന ഹരി ഇതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കാണുന്ന മനു മടങ്ങിപ്പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. നീ മടങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം, കൃഷ്ണമോളെ, എൻ്റെ മോളെ നീ കൊണ്ടുപോകണം, നീ അവളെ വീട്ടിൽ കൊണ്ട് ആക്കണം എന്ന് പറയുകയും ഞങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നൊന്നും നീ പറയാൻ പാടില്ല എന്നും അങ്ങനെ വഴിയിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് കൃഷ്ണമോളെ നിന്റെ കൂടെ പറഞ്ഞയച്ചതെന്ന് മാത്രമേ പറയാവൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണമോൾ വിസമ്മതിക്കുന്നുണ്ട്. ഇല്ല വെച്ചാ, ഞാൻ പോകില്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിട്ടു പോകില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ, ഇനി നിങ്ങൾക്ക് വേണ്ടി അച്ഛന് ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ വിദ്യാഭ്യാസം അത് നീ ശ്രദ്ധിക്കണം. നിന്റെ വിദ്യാഭ്യാസം ഞാൻ മുഖേന ഇനി കളയില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജീവിക്കുന്നത്. അതുകൊണ്ട് മോൾ മടങ്ങിച്ചെന്ന് സ്കൂളിൽ പോയി പഠിക്കുവാൻ ശ്രമിക്കണം. അച്ഛൻ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം വരും. നിന്റെ അലീന ചേച്ചിയുമായിട്ട് ഞാൻ എത്തും എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുക്കുകയും അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് മനുവിനോടൊപ്പം പൂർണ്ണ സമ്മതത്തോടു കൂടി അല്ലെങ്കിലും മടങ്ങിപ്പോരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മനു കൃഷ്ണമോളുമായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ വൈജയന്തിയും രാജീവും എല്ലാം മനുവിനെയും കൃഷ്ണമോളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ വീട്ടിലെത്തിയ കൃഷ്ണമോളുടെ രൂപവും ഭാവവും മാറുന്ന വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനെതിരെയും അതുപോലെ നമ്മുടെ അലീനയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ വൈജയന്തി അഴിച്ചുവിടുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന കൃഷ്ണമോളെയൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം മനുവിനെ പിന്തുടർന്ന ഹരി നേരെ രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുക കേട്ടോ. ഞാൻ ബാലചന്ദ്രനെയും അതുപോലെ അലീനയെയും കൃഷ്ണമോളെയും മനുവിനെയൊക്കെ ഞാൻ കണ്ടു, ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയും. അങ്ങനെ മനുവിനെ പിന്തുടർന്ന ഹരി എല്ലാ വിവരങ്ങളും രാജീവിനെയും വൈജയും അറിയിക്കുകയും തുടർന്ന് കാണുന്നത് ആരും അറിയാതെ രാജീവും വൈജയന്തിയും അതുപോലെ ഹരിയുമൊക്കെ ഈ റിസോർട്ടിലേക്ക് എത്തുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. നമ്മുടെ ബാലചന്ദ്രനെയും അലീനയും താമസിക്കുന്ന ആ ലോഡ്ജിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ ആ റിസോർട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കൃഷ്ണമോള് പോയത് കൊണ്ട് തന്നെ വളരെ നിരാശയോട് കുടുങ്ങിയിരിക്കുന്ന അലീനയും അതുപോലെ ബാലചന്ദ്രനുമാണ്. അവർ മാത്രമാണ് ഇപ്പോൾ ഒരു റൂമിൽ താമസം. എന്നാൽ കൃഷ്ണമോൾക്ക് ഉറപ്പായിട്ട് അറിയാം, തൻ്റെ അച്ഛനെയും തൻ്റെ ചേച്ചിയെയും അറിയാവുന്നത് കൊണ്ട് യാതൊരു സംശയവും യാതൊരു ഭയവുമില്ല. എന്നാൽ ഇവരാരും അറിയാതെ, മനുവും കൃഷ്ണമോളൊന്നും അറിയാതെ രാജീവും ഹരിയും അതുപോലെ വൈജയന്തിയും ഒക്കെ എങ്ങനെ റിസോർട്ടിലേക്ക് എത്തുകയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ
ബാലചന്ദ്രൻ്റെ ആ റിസോർട്ടിലെത്തുകയും തന്നെ റൂം കണ്ടെത്തുകയും അങ്ങനെ വെളിയിൽ നിന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കലകി പറഞ്ഞ കണ്ണുമായി ബാലചന്ദ്രനും അലീനയും റൂം തുറക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്ന വൈജിയെയും രാജീവിനെയും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അവരുടെ മേൽ അഭിഹിത ബന്ധമുണ്ട് എന്ന് വലിയ ശക്തമായി അവൾ ബാധിക്കുകയും അല്ലെങ്കിൽ അവർ പറഞ്ഞു പരത്തുകയും അങ്ങനെ കലങ്ങി മറിഞ്ഞ കണ്ണുമായി നിൽക്കുന്ന അലീനയോട് ചോദിക്കുകയാണ്, നീ ഇതിനായിരുന്നല്ലേ എടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്, എൻ്റെ കെട്ടിയോനോടൊപ്പം ഇവിടെ വന്ന് സല്ലപിക്കാനായിരുന്നു ഇല്ലേന്ന് ചോദിച്ച് അപമാനിക്കുകയും അലീനയെ വലിച്ചു അടിക്കുവാനും ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ എതിർക്കുകയും ഈ സമയത്ത് ബാലചന്ദ്രനെ എതിർക്കുവാൻ രാജീവ് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വലിയ സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോകുന്നതാണ് വരുന്ന ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും വരും ദിവസത്തെ വീണ്ടും പ്രമോ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.